വഖഫ് നിയമത്തിൽ നിലവിലുള്ള വ്യവസ്ഥകൾ പൊളിച്ചെഴുതുന്നതാണ് പാർലമെന്റിന്റെ പരിഗണനയിലുള്ള ബില്ലിലെ പുതിയ ഭേദഗതി നിർദ്ദേശങ്ങൾ. കേന്ദ്ര കൗൺസിലിലെ സ്ത്രീ പ്രാതിനിധ്യം, അമുസ്ലിം അംഗങ്ങൾ, ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാമെന്ന വ്യവസ്ഥ എല്ലാം വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കും. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ വഖഫ് നിയമം മുസ്ലിം സമുദായത്തിലും പൊതുസമുദായത്തിലും ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമെല്ലാം വഴിയൊരുക്കിയിരിക്കുകയാണ്. അതിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള കാഴ്ചപ്പാടുകൾ മതപരമാണ് എന്നതാണ് അതിന്റെ പ്രത്യേകത. ഈ വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ എന്താണ് സംഭവിക്കുക എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. 1995-ലെയും 2013-ലെയും പഴയ വഖഫ് നിയമങ്ങളിൽ പുതുതായി കേന്ദ്രം കൊണ്ടുവരുന്ന ഭേദഗതി പാർലമെന്റ് പാസാക്കുമോ? വഖഫ് ഭേദഗതി ബിൽ 2024 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഓഗസ്റ്റ് 8-നാണ്. 1995-ലെ വഖഫ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ളതാണ് ഈ ബിൽ. ഇതനുസരിച്ച് ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളെ മുഴുവൻ നിയന്ത്രിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് നിയമം. മുസ്ലിം നിയമപ്രകാരം ഭക്തിപരമോ മതപരമോ ജീവകാരുണ്യപരമോ ആയി കണക്കാക്കാവുന്ന ആവശ്യങ്ങൾക്കായി സ്ഥാവര ജംഗമ സ്വത്തിന്റെ ദാനമായാണ് വഖഫ് നിയമം നിർവചിച്ചിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും വഖഫ് നിയന്ത്രിക്കാൻ ഒരു വഖഫ് ബോർഡ് രൂപീകരിക്കേണ്ടതുണ്ട്. നിയമത്തെ യുണൈറ്റഡ് വഖഫ് മാനേജ്മെന്റ്, എംപവർമെന്റ്, എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് 1995 എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. കുറഞ്ഞത് 5 വർഷമെങ്കിലും മുസ്ലിം മതം ആചരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ തന്റെ കൈവശമുള്ള സ്വത്തുവകകൾ വഖഫായി പ്രഖ്യാപിക്കാൻ കഴിയൂവെന്ന് ബിൽ പ്രത്യേകം പറയുന്നു. സ്ത്രീ അവകാശികൾ ഉൾപ്പെടെ ദാതാവിന്റെ അനന്തരാവകാശിക്ക് വഖഫ് പ്രഖ്യാപനം വഴി അനന്തരാവകാശം നിഷേധിക്കപ്പെടുന്നതിന് ഇടയാക്കുന്ന വഖഫ് അലാൽ ഔലത്ത് കാരണമാകരുതെന്നും ഇത് കൂട്ടിച്ചേർക്കുന്നു. ഇതോടെ ഇനി മുതൽ മറ്റേതെങ്കിലും മതവിശ്വാസം ആചരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മതം മാറി ഇസ്ലാമായാൽ അയാളുടെ സ്വത്തുക്കൾ ഉടനടി വഖഫായി പ്രഖ്യാപിക്കാനാവില്ല. ബന്ധുക്കൾക്ക് സ്വത്തിൽ അധികാരമുണ്ടായിരിക്കും. നിലവിൽ വഖഫ് നിയമമനുസരിച്ച് ദീർഘകാലം മറ്റൊരാളുടെ സ്വത്ത് അനുഭവിച്ചു വന്നിരുന്ന ഒരു മുസ്ലിമിന് അയാളുടെ കൈവശാധികാരം പറഞ്ഞ് സ്വത്തുക്കൾ വഖഫായി പ്രഖ്യാപിക്കാം. പുതിയ നിയമം അത് എടുത്തു കളയുന്നു. ഒപ്പം അമുസ്ലിമിനും വഖഫ് പ്രഖ്യാപിക്കാമെന്ന വ്യവസ്ഥയും മാറുന്നു. ഇനി മുതൽ മുസ്ലിമിന് മാത്രമേ വഖഫ് പ്രഖ്യാപിക്കാൻ കഴിയൂ. വഖഫ് എന്ന് പ്രഖ്യാപിച്ച് സർക്കാർ സ്വത്തുക്കൾ ഇനി മുതൽ വഖഫ് അൽ ഔലാദിക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. ഇതുവരെ ഔലാദി അന്തിമാധികാരി ആയിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് ജില്ലാ കളക്ടർ അധികാര കേന്ദ്രമായി എത്തും. സ്വത്തുക്കൾ തർക്കത്തിലായി ഉടമസ്ഥാവകാശത്തിലോ ഭൂരേഖ അളവുകളിലോ വ്യത്യാസമുണ്ടെങ്കിൽ കളക്ടറെ സമീപിക്കാം. അനിശ്ചിതത്വമുള്ള പ്രദേശത്തിന്റെ ഉടമസ്ഥാവകാശം ജില്ലാ കളക്ടർ നിർണ്ണയിക്കുകയും സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. സർക്കാർ വസ്തുവായി കണക്കാക്കിയാൽ റവന്യൂ രേഖകൾ പുതുക്കി വഖഫ് നിയന്ത്രണത്തിൽ നിന്ന് മുക്തമാക്കാം. ഒരു സ്വത്ത് വഖഫ് ആണോ അല്ലയോ എന്ന് അന്വേഷിക്കാനും നിർണ്ണയിക്കാനും പഴയ നിയമം വഖഫ് ബോർഡിന് അനുവാദം നൽകിയിരുന്നു. പുതിയ ബിൽ ഈ വ്യവസ്ഥയാണ് എടുത്തു കളയുന്നത്. പഴയ വഖഫ് നിയമം അനുസരിച്ച് സർവേക്കായി ഒരു സർവേ കമ്മീഷണറെയും അഡീഷണൽ കമ്മീഷണർമാരെയും നിയമിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇതിനു പകരം പുതിയ ബിൽ ജില്ലാ കളക്ടർമാർക്ക് സർവേ നടത്താൻ അധികാരം നൽകുന്നു. ബാക്കിയുള്ള സർവേകൾ സംസ്ഥാന റവന്യൂ നിയമങ്ങൾക്ക് അനുസൃതമായി നടത്തും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും വഖഫ് ബോർഡിനും ഉപദേശം നൽകാൻ കേന്ദ്ര വഖഫ് കൗൺസിൽ രൂപീകരിക്കുന്നതാണ് ഈ നിയമം. വഖഫിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയാണ് കൗൺസിലിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. എല്ലാ കൗൺസിൽ അംഗങ്ങളും മുസ്ലിം ആയിരിക്കണമെന്നാണ്, പ്രത്യേകിച്ചും സുന്നി വംശജരായിരിക്കണമെന്നും നിലവിലെ നിയമം പറയുമ്പോൾ, പുതിയ നിയമം അനുസരിച്ച് സെൻട്രൽ വഖഫ് കൗൺസിലിൽ എല്ലാ വിഭാഗം മുസ്ലിങ്ങൾക്കും പ്രാതിനിധ്യം ഉണ്ടായിരിക്കണമെന്നും 2 പേർ മുസ്ലിങ്ങളല്ലാത്തവർ ആയിരിക്കണമെന്നും കുറഞ്ഞത് 2 സ്ത്രീകളെങ്കിലും ഉണ്ടായിരിക്കണമെന്നും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. മുസ്ലിങ്ങളുടെ ഇലക്ട്രൽ കോളേജിൽ നിന്ന് 2 അംഗങ്ങളെ വരെ തിരഞ്ഞെടുക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. MP-മാർ, MLA-മാർ, MLC-കൾ, സംസ്ഥാനം മുതൽ ബോർഡ് വരെയുള്ള ബാർ കൗൺസിൽ അംഗങ്ങൾ എന്നിവരിൽ നിന്ന് ഒരാളെ ബോർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ബിൽ അധികാരം നൽകുന്നു. അവർ മുസ്ലിം ആകണമെന്നില്ല. 2 അമുസ്ലിം അംഗങ്ങളെ കൂടാതെ ഷിയകൾ, സുന്നികൾ, മുസ്ലിങ്ങളിലെ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് കുറഞ്ഞത് 1 അംഗമെങ്കിലും സംസ്ഥാനത്ത് വഖഫ് ഉണ്ടെങ്കിൽ ബൊഹ്റ, അഗാഖാനി സമുദായങ്ങളിൽ നിന്ന് ഓരോ അംഗവും ഉണ്ടായിരിക്കണം. നിലവിലെ നിയമത്തിൽ വഖഫ് ബോർഡുകളുടെ ചെയർമാൻ സ്ഥാനത്ത് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ സ്ഥാനത്തുള്ള ഒരു സ്റ്റേറ്റ് ഓഫീസർ, വഖഫ് നിയമത്തിലും നിയമശാസ്ത്രത്തിലും അറിവുള്ള ഒരാൾ എന്നിങ്ങനെയായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ രണ്ടാമത്തെ വ്യവസ്ഥ നിരാകരിക്കുന്നു. പകരം നിലവിലെ അല്ലെങ്കിൽ മുൻ ജില്ലാ കോടതി ജഡ്ജി ചെയർമാൻ, സംസ്ഥാന സർക്കാരിൽ ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള നിലവിലെ അല്ലെങ്കിൽ മുൻ ഉദ്യോഗസ്ഥൻ എന്നാക്കി മാറ്റിയിരിക്കുന്നു. വഖഫ് സംബന്ധിച്ച് തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാനങ്ങൾ ട്രൈബ്യൂണലുകൾ രൂപീകരിക്കണമെന്ന് നിയമം ആവശ്യപ്പെടുന്നു. ഈ ട്രൈബ്യൂണലുകളുടെ ചെയർമാൻ ക്ലാസ് 1 ജില്ലാ സെഷൻസ് അല്ലെങ്കിൽ സിവിൽ ജഡ്ജിക്ക് തുല്യമായ റാങ്കുള്ള ജഡ്ജി ആയിരിക്കണം. മറ്റംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്.
നിലവിലെ വഖഫ് നിയമത്തിൽ ട്രൈബ്യൂണലുകളുടെ തീരുമാനങ്ങൾ അന്തിമമാണ്. അതിന്റെ തീരുമാനങ്ങൾക്കെതിരായ അപ്പീലുകൾ കോടതികളിൽ നിരോധിച്ചിരിക്കുന്നു. എന്നാൽ പുതിയ ബിൽ നിലവിൽ വരുന്നതോടെ തർക്കങ്ങളിൽ മേൽ വഖഫ് ട്രൈബ്യൂണലിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ബോർഡിന്റെ അപേക്ഷയിൽ അല്ലെങ്കിൽ ഒരു പരാതിക്കാരനായ കക്ഷിയുടെ കാര്യത്തിൽ വസ്തുതകൾ പരിഗണിക്കാം. ട്രൈബ്യൂണലിന്റെ തീരുമാനങ്ങൾ അന്തിമമായി കണക്കാക്കാവുന്ന വ്യവസ്ഥകൾ ബിൽ ഒഴിവാക്കുന്നു. ട്രൈബ്യൂണലിന്റെ ഉത്തരവുകൾക്കെതിരെ ഇനി ഏതൊരു പരാതിക്കാരനും 90 ദിവസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം. വഖഫ് സ്വത്തുക്കളുടെ വിനിമയവും കൈകാര്യവും പണമിടപാടുകളും ഒന്നും നിലവിലെ നിയമപ്രകാരം സർക്കാരുകളെ അറിയിക്കേണ്ടതില്ല. എന്നാൽ രജിസ്ട്രേഷൻ, വഖഫ് അക്കൗണ്ടുകളുടെ പ്രസിദ്ധീകരണം, വഖഫ് ബോർഡുകളുടെ നടപടികളുടെ പ്രസിദ്ധീകരണം എന്നിവ സംബന്ധിച്ച നിയമങ്ങൾ രൂപീകരിക്കാൻ പുതിയ ബിൽ കേന്ദ്ര സർക്കാരിനെ അധികാരപ്പെടുത്തുന്നു. നിയമപ്രകാരം സംസ്ഥാന സർക്കാരിന് വഖഫുകളുടെ കണക്കുകൾ എപ്പോൾ വേണമെങ്കിലും ഓഡിറ്റ് ചെയ്യാവുന്നതാണ്. CAGയോ നിയുക്ത ഉദ്യോഗസ്ഥനോ ഇവ ഓഡിറ്റ് ചെയ്യാൻ ബിൽ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നു. സംസ്ഥാനത്തിന്റെ എല്ലാ വഖഫ് സ്വത്തുക്കളുടെയുമോ വഖഫ് വരുമാനത്തിന്റെയോ 15% ഷിയ വഖഫിനാണെങ്കിൽ ഷിയ സുന്നികൾ വിഭാഗങ്ങൾക്കായി പ്രത്യേകം വഖഫ് ബോർഡുകൾ രൂപീകരിക്കാൻ നിയമം അനുവാദം നൽകുന്നു. അഖഖാനി, ബൊഹ്റ വിഭാഗങ്ങൾക്ക് പ്രത്യേക വഖഫ് ബോർഡുകളും ബിൽ അനുവദിക്കുന്നു. ഇത് എല്ലാ വിഭാഗക്കാർക്കും പ്രാതിനിധ്യം ഉറപ്പാക്കും. വഖഫിന്റെ ഭാവി നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാലും ഒരു കാര്യം പറയാതെ വയ്യ, ഈ വഖഫ് ഭേദഗതിയിൽ ഏതാണ് മോശമായിട്ട് തോന്നുന്നത്? എന്നിട്ടും നമ്മുടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒത്തൊരുമയോടെ 140 പേരും ഈ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം കേരള നിയമസഭയിൽ പാസാക്കിയിട്ടുണ്ട്. കാണാം.